സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സർക്കാർ ജോലി കിട്ടുക ഇക്കാലത്ത് വലിയ ബാലികേറാമലയാണ്. അപ്പോൾ സർക്കാർ ജോലി ഓൾറെഡി കിട്ടിയവരൊക്കെ ഭാഗ്യവാന്മാരാണ്, അത് പറയാതെ വയ്യ. അത് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊരു ആശംസകൾ. മറ്റൊന്ന്, ചിലരെങ്കിലും, ഒരു കുഞ്ഞു വിഭാഗം സർക്കാർ ജീവനക്കാരെങ്കിലും തങ്ങളുടെ മുന്നിലെത്തുന്നവരെ, അല്ലെങ്കിൽ ഒരു ആവശ്യവുമായി അവരുടെ മുമ്പിലെത്തുന്ന പല ഡെസിഗ്നേഷനിലുള്ളവർ, അത് പിയൂൺ മുതൽ മുകളിലോട്ടുള്ള ഡെസിഗ്നേഷനിൽ പെട്ടവരൊക്കെ ഒരു കുഞ്ഞു വിഭാഗം ഈ ഓരോ ആവശ്യമായി അവരുടെ മുന്നിലെത്തുന്നവരെ വേദനിപ്പിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം ഒരു വിചിന്തനത്തിന് തയ്യാറാകേണ്ടതാണ്. കാരണം പല സ്വകാര്യ ആവശ്യങ്ങളും നിത്യവൃത്തിയുടെ ഉപാധികളൊക്കെ മാറ്റി വച്ചിട്ടാണ് പലരും നിങ്ങളുടെ മുമ്പിൽ ഓരോ ആവശ്യത്തിനായി എത്തുന്നത്. അവരെ വേദനിപ്പിക്കുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. മറ്റൊന്ന്, ഒരു വലിയ വിഭാഗം നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. അതൊക്കെ ഞാനും നിങ്ങളും നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അത് പിയൂൺ മുതൽ മുകളിലോട്ടുള്ള പല ഡെസിഗ്നേഷനിൽപ്പെട്ടവരും ഇതിൽപ്പെടും. നല്ല മനസ്സുള്ളവരും തങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യമായി വരുന്നവരുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവരുമാണ് ഇത്തരം ഉദ്യോഗസ്ഥർ. അപ്പോൾ വളരെ മുമ്പ്, ഇപ്പോൾ SBT എന്ന ബാങ്ക് SBIയുമായി ലയിക്കും മുമ്പ് മാർത്താണ്ഡം ശാഖയിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. ഞാൻ ആ പേരും അദ്ദേഹത്തിൻ്റെ മറ്റ് ഐഡൻറ്റിറ്റി ഓർക്കുന്നില്ല. വർഷങ്ങളാകുന്നു. തന്നെ കാണാൻ ക്യാബിനിലെത്തുന്നവരോട് വളരെ വാത്സല്യപൂർവമുള്ള പെരുമാറ്റം, അവരുടെ പ്രായം എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ആവശ്യമെന്തുമായിക്കോട്ടെ, വാത്സല്യപൂർവമുള്ളൊരു പെരുമാറ്റവും സൊല്യൂഷൻ. അത് ഇന്നും അദ്ദേഹത്തിൻ്റെ, ഞാനും അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ട്. സ്നേഹപൂർവമുള്ള പെരുമാറ്റം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ, ആ ഒരു സുഖമുള്ള ഓർമ്മ മനസ്സിലുണ്ട്. പിന്നെ നമ്മുടെ കുലശേഖരം പോസ്റ്റ് ഓഫീസിൽ വളരെ മുമ്പ് ഒരു പോസ്റ്റ് മാസ്റ്ററുടെ പെരുമാറ്റവും അദ്ദേഹത്തെ കാണാനെത്തുന്നവരുടെ ആ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പെരുമാറ്റം, അതും ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ, ഇവരെയൊക്കെ കണ്ടാലറിയാം. ഇവരുടെ പേരും മറ്റ് ഐഡൻറ്റിറ്റിയും ഇപ്പോൾ ഓർമ്മയില്ല. കുലശേഖരം വർഷങ്ങളാകുന്നു നമ്മുടെ കുലശേഖരം പോസ്റ്റ് ഓഫീസിലൊരു പോസ്റ്റ് മാസ്റ്റർ. ഇപ്പോഴും ചിലപ്പോഴൊക്കെ അദ്ദേഹം റിട്ടയർ ആയിട്ടുണ്ടാവും. അദ്ദേഹം റോഡിൽ കൂടെ പോകുന്നതൊക്കെ കാണാം. ചില വേള ഒരു ചിരി എന്നോട് പാസ്സാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുക ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് ഈശ്വരൻ തന്നൊരു വരദാനമാണ്. ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും സർക്കാർ ഉദ്യോഗം കിട്ടുക സാധ്യമല്ല. അത് അപ്രായോഗികവുമാണ്. സർക്കാരിന് എല്ലാ പൗരന്മാർക്കും സർക്കാരിൻ്റെ കീഴിൽ ജോലി കൊടുക്കുക സാധ്യമല്ല. പക്ഷേ സർക്കാർ ജോലി കിട്ടിയിട്ടുള്ള പല ഡെസിഗ്നേഷനിലുള്ളവർ തങ്ങളെ കാണാൻ വരുന്ന സാധുക്കളോട് മാന്യമായി പെരുമാറണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാ വിഭാഗം, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. വളരെ മുമ്പ് ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തന്നെ വർഷങ്ങളാകുന്നു, 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിവിൽ കേസിലേക്ക് വരെ ഒരു ഉദ്യോഗസ്ഥൻ്റെ, ഒരു ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് എൻ്റെ വക്കീൽ സുഹൃത്തുക്കളുടെ ആ ഒരു ഇടപെടലൊക്കെ കൊണ്ട് ഒരു സിവിൽ കേസിലേക്ക് വരെ മുമ്പ് പോയൊരു സംഗതി ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ന്യായമായി നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്. ആ ക്ലർക്കിൻ്റെ ചില ഉത്തരവാദിത്വമില്ലാത്ത ചില പെരുമാറ്റമാണ് ഇത്തരം
കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർമ്മ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. നല്ല മനസ്സുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ഗുഡ് മോർണിംഗ്. നമസ്കാരം സുഹൃത്തുക്കളെ, നന്ദി.